ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് വൈകുന്നേരം റംശ മുതൽ ആരാധനാ ക്രമ വത്സര പാരമ്പര്യമനുസരിച്ച് സഭ ഖൈത്താക്കാലം ആരംഭിക്കുകയാണ്. ഖൈത്ത എന്നത് ഒരു സുറിയാനി വാക്കാണ്. അതിനർത്ഥം വേനൽ എന്നാണ്. വേനൽക്കാലത്താണല്ലോ വിളവെടുപ്പ് നടത്തുക. അതുകൊണ്ട് ഈ കാലത്തെ വിളവെടുപ്പ് കാലം എന്നും പറയുന്നു. അത് സഭയുടെ ആധ്യാത്മികതയുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വാക്കാണ്. ശ്ലീഹന്മാരുടെ പ്രവർത്തന ഫലമായി ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ വിവിധ സംസ്കാരങ്ങളിൽ സഭ രൂപപ്പെട്ട് വളർന്നു വന്നു. ഇതാണ് ഈ കാലഘട്ടത്തിലെ ചിന്ത. ഖൈത്താക്കാലം ഒന്നാം ഞായറാഴ്ച നുസർദേൻ, ദൈവത്തിൻ്റെ തിരുനാൾ എന്ന പേരിൽ 12 ശ്ലീഹന്മാരുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. മഹത്വപൂർണനായ മിശിഹ ആഗതനാകുമ്പോൾ അവനിൽ എല്ലാം പൂർത്തിയാകുന്നതുവരെ സഭ തന്നെക്കുറിച്ച് തന്നെ വിചിന്തനം ചെയ്യുന്ന കാലമാണ് ഖൈത്താക്കാലം. സഭ വിശുദ്ധമാണ്. എന്നാൽ സഭയിലെ അംഗങ്ങൾ പാപികളാണ്, വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് സഭ മുഴുവനായി, സഭയിലെ അംഗങ്ങളെല്ലാം വിനയപ്പെട്ട് എളിമപ്പെട്ട് ആത്മശോധന നടത്തുന്ന കാലമാണ് ഖൈത്താക്കാലം. അനുതാപത്തിൻ്റെ ചൈതന്യം പ്രകടമാകുന്ന നിരവധി പ്രാർത്ഥനകളാണ് യാമപ്രാർത്ഥനകളിൽ നാം ഉരുവിടുന്നത്. പ്രാർത്ഥനകളിൽ പാപത്തെക്കുറിച്ചുള്ള ഓർമ്മയും ദൈവത്തിൻ്റെ അനന്തമായ കരുണയും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് കർത്താവിനോട് കരുണയാചിക്കുന്ന നിരവധി ഗീതങ്ങൾ ഇക്കാലത്തെ പ്രാർത്ഥനകളിൽ, പ്രത്യേകിച്ച് യാമപ്രാർത്ഥനകളിലെ പ്രാർത്ഥനകളിൽ നമുക്ക് കാണാം. ബൈബിളിലെ വിവിധ ചിന്തകൾ ഈ പ്രാർത്ഥനകളിൽ സ്പഷ്ടമായി ക്രമപ്പെടുത്തിയിരിക്കുന്നു. നീതിമാൻ കഷ്ടിച്ചാണ് രക്ഷപ്പെടുന്നതെങ്കിൽ പാപിയായ ഞാൻ എവിടെയായിരിക്കും? അതുപോലെ തന്നെ ചുങ്കക്കാരൻ്റെ പ്രാർത്ഥന, പാപിയായ എന്നിൽ കനിയണമേ എന്ന്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ 20-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ, പകലിൻ്റെ ചൂടും അധ്വാനവും ഞാൻ സഹിച്ചിട്ടില്ല, പരിഹാരവും ചെയ്തിട്ടില്ല, എങ്കിൽ എങ്ങനെയാണ് എനിക്ക് നിത്യരക്ഷ സാധിക്കുക? അതായത് ഓരോരുത്തരുടെയും പാപാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രാർത്ഥനകളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിരവധി പ്രാർത്ഥനകൾ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ്. അതോടൊപ്പം ഈ കാലഘട്ടത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, സഭയെ വളർത്തിയ വിശുദ്ധരെയും രക്തസാക്ഷികളെയും ഓർക്കുന്നു എന്നതാണ്. ഖൈത്താക്കാലത്തിലെ എല്ലാ വെള്ളിയാഴ്ചകളിലും രക്തസാക്ഷികളെ ഓർക്കുകയാണ്. സഭ നമ്മെ ഇങ്ങനെയാണല്ലോ പഠിപ്പിക്കുക. രക്തസാക്ഷികളുടെ ചുടുനിണത്തിൽ പൊട്ടിമുളിച്ചതാണ് സഭ. രക്തസാക്ഷികളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വലിയ ഗ്രന്ഥങ്ങളിൽ, പ്രത്യേകിച്ച് ബഡ്ജാൻ്റെ പുസ്തകത്തിൽ
ആ പുസ്തക സമുച്ചയം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: സഭയുടെ നാസാരന്ധ്രങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന നറുമണം രക്തസാക്ഷികളുടെ ചുടുനിണത്തിൻ്റേതാണ് എന്ന്. അതുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും രക്തസാക്ഷികളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും അവരുടെ മാധ്യസ്ഥ്യം യാചിക്കുകയും ചെയ്യുന്നു. സഭാത്മകമായ സാമുദായിക അവബോധം വളർത്തിയെടുക്കുവാനായിട്ടുള്ള അവസരമാണ് കൈത്താക്കാലം. വിശ്വാസ പരിശീലകർക്കും സന്യസ്തർക്കും ഇക്കാര്യത്തിൽ വളരെയധികം ചെയ്യാനുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കറിയാമല്ലോ, ഈ കാലഘട്ടത്തിലാണ് അൽഫോൻസാമയുടെ തിരുനാൾ നാം ആഘോഷിക്കുക. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഈ കാലഘട്ടത്താണ്. ഓഗസ്റ്റ് മാസം 6-ാം തീയതിയാണ് നമ്മൾ കർത്താവിൻ്റെ രൂപാന്തരീകരണ തിരുനാൾ ആഘോഷിക്കുന്നത്. ഈ സഹനങ്ങളൊക്കെ ഈശോയോടൊപ്പം രൂപാന്തരീകരിക്കപ്പെടുവാനുള്ളതാണ് എന്ന് സഭ ഈ തിരുനാളിലൂടെ ഓർമ്മിപ്പിക്കുന്നു. അതിലുമുപരി ഓഗസ്റ്റ് മാസം 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. മഹത്വീകരിക്കപ്പെട്ട കർത്താവിനോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ അമ്മ, സ്വർഗത്തിൽ നമുക്കൊരു അമ്മ എന്നത് സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കാനും ജീവിതം സ്വർഗോന്മുഖമായിട്ട് ക്രമപ്പെടുത്തുവാനുമുള്ള ആഹ്വാനമാണ്. ഈ കാലഘട്ടത്തിൻ്റെ ചൈതന്യവും ഈ കാലഘട്ടത്തിൻ്റെ അർത്ഥവും ഇതാണ്: സഭയെ നമ്മിലൂടെ നവീകരിച്ച് നമുക്ക് തന്നെ എളിമയുടെയും സ്നേഹത്തിൻ്റെയും പാതയിലൂടെ കടന്ന് മഹത്വത്തിൽ സഭയെത്തുമ്പോൾ ആ സഭയിലെ അംഗമായി മഹത്വീകരിക്കപ്പെടാനുള്ള അനുഗ്രഹം നമുക്ക് ലഭിക്കുവാൻ ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം.